കിടിലൻ നോമിനേഷൻ പ്രക്രിയയാണ് കേട്ടോ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ഓരോ സൈഡിലിരിക്കുമ്പോൾ ബിഗ് ബോസ് വിളിക്കുന്നു. എന്നാൽ അനുമോളെ വിളിച്ചപ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസ് പോലും പ്രതീക്ഷിച്ച് കാണില്ല ഇത്രമാത്രം അനുമോളുടെ മനസ്സിലുണ്ടെന്ന്. മനസ്സിലുള്ളതെല്ലാം വെട്ടി തുറന്നു പറഞ്ഞുകൊണ്ട് അനുമോൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ വന്ന ആരിനും കണക്കിന് കൊടുത്തിട്ടുണ്ട്. നോമിനേഷൻ്റെ ഇടയിൽ വാക്ക് തർക്കം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഗാർഡൻ ഏരിയയിലുള്ള കോർണറിലുള്ള സോഫയിൽ ഇരിക്കണം അനുമോൾ. ആ സമയത്താണ് ബിഗ് ബോസ് അനുമോളുടെ പേര് വിളിക്കുന്നത്. അനുമോളെ നോമിനേറ്റ് ചെയ്ത രണ്ട് പേര്, ഒരാൾ നിവിനും മറ്റൊരാൾ അക്ബറുമാണ്. നിവിനെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. മാത്രമല്ല ഫാമിലി വന്നപ്പോഴെല്ലാം നിവിന് മനസ്സിലായിട്ടുണ്ട് പുറത്ത് അവന് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എന്നെയൊക്കെ ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട വരുമ്പോഴാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും നിവിന് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരും അവരെ ഒന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ അവൻ തലയിൽ കയറുകയാണ്. ലാലേട്ടനാണെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ നിവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും സപ്പോർട്ടോട് കൂടിയിട്ടാണ് സംസാരിക്കാറെന്ന്. ഇതൊക്കെ അനുമോളുടെ മനസ്സിലുള്ളതൊക്കെ ബിഗ് ബോസിനടുത്ത് പറയാണ്. ആ സമയത്താണ് കേട്ടോ ആര്യം വരുന്നത്. ആര്യനും വരുമ്പോൾ അനുമോൾ മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആര്യൻ കേൾക്കുന്നില്ല, അടുത്ത് തന്നെ ഇരിക്കുകയാണ്. എങ്കിലും പറയാനുള്ളതെല്ലാം അനുമോൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത നോമിനേഷൻ അക്ബറിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്. പുറത്ത് മാത്രമല്ല ഇവിടെ ബിഗ് ബോസ് ടീമിലും അക്ബറിന് സപ്പോർട്ടുണ്ട്. അത് പലപ്പോഴുമായി അക്ബർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അക്ബർ എന്തായാലും പുറത്ത് പോവില്ല എന്നുള്ളത്. കാരണം അക്ബറിന് അത്രമാത്രം സപ്പോർട്ട് ഉണ്ട് ഇവിടെ. നിങ്ങൾ നോമിനേഷനിൽ ഇട്ടോളൂ എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടത്. അതുകൊണ്ട് ഞാൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ബിഗ് ബോസ് പോലും പ്രതീക്ഷിച്ചാണില്ല കേട്ടോ വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ എത്തിയിരിക്കുകയാണ്. അനുമോളെ ചീത്ത പറയാനുള്ളതൊക്കെ ചീത്ത പറയുന്നുണ്ട്. അനുമോളെ നാറ്റിക്കാനുള്ളതൊക്കെ ബിഗ് ബോസ് നാറ്റിക്കുന്നുണ്ട്. ഇനി എന്തിനതൊക്കെ പേടിച്ച് നിൽക്കുന്നേ? എല്ലാം തുറന്നു പറയേണ്ട സമയമൊക്കെ നേരത്തെ കഴിഞ്ഞു. അനുമോളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഗംഭീര നോമിനേഷൻ നടത്തിക്കൊണ്ട് അനുമോൾ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അക്ബർ തൊട്ടു ഫ്രണ്ടിലുണ്ട്. നിവിൻ അറിഞ്ഞിട്ടില്ല കേട്ടോ നിവിനെ നോമിനേറ്റ് ചെയ്ത കാര്യം. എന്തായാലും ഗംഭീര നോമിനേഷൻ നടക്കുന്നു. ഇനി എന്തൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോരുത്തരുടെ പുറത്ത് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.